സെപ്റ്റംബർ 16, 2008. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നനുത്ത കോടമഞ്ഞിറങ്ങുന്ന തേനിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോകുന്ന റോഡ്. വളവുകളും തിരിവുകളും കഴിഞ്ഞ് ആ കോടമഞ്ഞിന്റെ ആ പുതപ്പ് നീക്കിക്കൊണ്ട് ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് ബീം വരികയാണ്. അതങ്ങനെ ചുരം കയറി വരുന്നതിനിടയിൽ ആ റോഡിന്റെ സൈഡിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു മൃതദേഹം. പെട്ടെന്ന് അങ്ങ് വാണ്ടി ചവിട്ടി ഒതുക്കി ആളിന് വല്ല അപകടവും പറ്റി ജീവൻ പോയിട്ടില്ലെങ്കിൽ രക്ഷിക്കാം എന്ന് കരുതി വണ്ടി നിർത്തിയിടങ്ങിയ കാറുടമ ഉടനെ തന്നെ അയാൾ കണ്ട് പേടിച്ച് ഞെട്ടുകയാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു മൃതദേഹം. അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ആകെ പരിഭ്രാന്തനാവുകയാണ്. ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറയും. പോലീസ് എത്തി. തമിഴ്നാട് പോലീസ് അവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവിന്റെ മൃതദേഹം കഴുത്ത് കത്തി കൊണ്ട് വളരെ ആഴത്തിൽ കീറിയിരിക്കുന്നു. മരണം എപ്പോഴോ സംഭവിച്ചിരിക്കുന്നു. മുകളിൽ നിന്നും താഴേക്ക് വീണതാണ്. എന്തായാലും ഇത് കൊലപാതകമാണെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ ഉറപ്പിക്കുന്നു. ചുരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് മുഖം വളരെ വികൃതമായിരിക്കും. ആളെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന നില അപ്പോൾ തന്നെ പോലീസ് മനസ്സിലാക്കി. എന്തായാലും പോലീസ് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം അവിടെ നിന്നും മാറ്റുന്നു. കൂടുതൽ അന്വേഷണം നടത്തുന്നു. തമിഴ്നാട്ടിൽ ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ? ഇനിയാണ് കഥ തുടങ്ങുന്നത് മറ്റൊരു സംസ്ഥാനത്തിലേക്ക്. കർണാടകയിലെ മംഗളൂരുവിലാണ് ഈ കഥ തുടങ്ങുന്നത്. കർണാടകയിലെ മംഗളൂരുവിലെ ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് സമീർ, 35. ഇയാൾ സൗദിയിലെ ഒരു ലിഫ്റ്റ് എഞ്ചിനീയറായി ജോലി ചെയ്തു. ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞും ഭാര്യയും അടങ്ങുന്ന സന്തുഷ്ട കുടുംബത്തിലെ അംഗം. ഇയാളുടെ ഭാര്യ ഫിർദൌസ്, 6 മാസമായ കുഞ്ഞും നാട്ടിലാണ് ജീവിക്കുന്നത്. ആ നാട്ടിലെ ഒരു ക്യാബ് ഡ്രൈവറായിരുന്നു മുഹമ്മദ് യാസിഖ്. അങ്ങനെ ഇയാൾ ഈ ഫിർദൌസുമായി ഈ യാസിഖ് അടുത്ത ബന്ധത്തിലാകും. അങ്ങനെ പ്രണയത്തിലായ ഇരുവർക്കും വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം. അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനെ എന്ത് ചെയ്യും, മുഹമ്മദ് സമീറിനെ എന്ത് ചെയ്യും എന്നാണ് ഇവർ ആദ്യം ആലോചിച്ച കാര്യം. ഇവർ ഒഴിവാക്കി പോവുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. എന്തായാലും പൂർണ്ണ ബുദ്ധി ഉണ്ടായിരുന്ന ഫിർദൌസ് ഒരു കാര്യം തീരുമാനിക്കും. നമുക്ക് ഇയാളെ ഒഴിവാക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചെയ്യാനാണ്. ആദ്യം ഫേസ്ബുക്കിൽ ഈ ഫിർദൌസ് എന്ന സ്ത്രീ ഒരു ഫേക്ക് അക്കൗണ്ട് നിർമ്മിക്കും. ഒരു സ്ത്രീയുടെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട്. എന്നിട്ട് നിരന്തരമായി ഈ മുഹമ്മദ് സമീറിന് മെസ്സേജുകൾ അയക്കുന്നു, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഇതിന് ഈ സൗദിയിലുള്ള മുഹമ്മദ് സമീർ റിപ്ലൈ ചെയ്തു തുടങ്ങും. അവസാനം ഈ ഫേക്ക് അക്കൗണ്ടിലുള്ള യുവതിയും ഈ മുഹമ്മദ് സമീറും തമ്മിൽ പ്രണയത്തിലെത്തുന്ന തരത്തിൽ ഈ ചാറ്റുകൾ എത്തിക്കും. അങ്ങനെ അവസാനം മുഹമ്മദ് സമീറിനോട് ചോദിക്കുന്നു, എന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. മുഹമ്മദ് സമീർ പറയുന്നു, എനിക്കൊരു ഭാര്യയും കുഞ്ഞും, അത് കുഴപ്പമില്ല, എന്നെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കും, കാരണം നിങ്ങളെ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടു പോയി എന്നാണ് ഈ ഫേക്ക് അക്കൗണ്ടിലുള്ള ഈ ഭാര്യ ഫിർദൌസ് പറയുന്നത്. എന്തായാലും ഈ മുഹമ്മദ് സമീർ അവസാനം ഇതിന് സമ്മതം മൂളും. അങ്ങനെ ഓഗസ്റ്റ് 17 നാട്ടിലേക്ക് വരുന്ന മുഹമ്മദ് സമീർ എല്ലാം ഫിർദൌസിന്റെ പ്ലാനുകൾ അനുസരിച്ച് മാത്രമാണ് നടന്നിരുന്നതെന്ന് തിരിച്ചറിയാതെ മംഗളൂരു എയർപോർട്ടിലെത്തുന്ന ഈ മുഹമ്മദ് സമീർ നേരെ വീട്ടിലേക്ക് വരുന്നു. അവിടെ നിന്നും സെപ്റ്റംബർ 13 ഈ ഫിർദൌസ് പറയുന്നു, നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ, നമുക്കൊരു ടൂറ് പോകാം, നമുക്ക് തൽക്കാലം ബാംഗ്ലൂരിലേക്കും അവിടെ നിന്നും വേറെ ഇങ്ങോട്ടെങ്കിലൊക്കെ ടൂറ് പോകാം. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, ഇവർ നേരെ ബംഗളൂരുവിലേക്ക് ടൂറ് പോകുന്നു. ഈ മംഗളൂരിൽ നിന്നും ബംഗളൂരുവിലേക്ക് ടൂർ പോയ അവർ അവിടെ എത്തുന്നു. അവിടെയെല്ലാം ചുറ്റിക്കറങ്ങുന്നു. അപ്പോഴാണ് ഈ പറയുന്നത്, നമുക്ക് ഇവിടെ നിന്നുമല്ല തൊട്ടടുത്താണ് ഹൊസൂരിലേക്ക് പോയാലോ, അല്ലെങ്കിൽ കൊടൈക്കനാലിലേക്ക് പോയാലോ, അവിടെ നല്ല സ്ഥലമാണ്, നമുക്ക് അവിടെ പോയി കുറച്ച് ദിവസം ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാം. അപ്പോൾ എങ്ങനെ പോകും? നമുക്ക് കാറുണ്ട്. ഞാൻ അറിയുന്ന എൻ്റെ ഒരു പഴയ ഫ്രണ്ടിന്റെ ഒരു ഹസ്ബൻഡാണ് ഉള്ളത്, അവരുടെ കാറ് നമുക്ക് വിളിക്കാം, കുറച്ച് വാടകയെ ഈടാക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ, അതായത് ഈ ഫിർദൌസ്, തന്റെ കാമുകനായ ഈ യാസിഖിനെ വിളിക്കും. യാസിഖ് ഒന്നും അറിയാത്ത പോലെ ഈ തന്റെ ഭാര്യയുടെ ഫ്രണ്ടാണ് ഈ ഫിർദൌസ് എന്ന രീതിയിൽ ഇങ്ങോട്ട് വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ സൗഹൃദപരമായി ഈ സമീറിനോട് പെരുമാറുന്ന യാസിഖും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെയാണ് പെരുമാറിയത്.
അങ്ങനെയിരിക്കെ ഇവർ നേരെ ഇവിടെ നിന്നും ഹൊസൂരിലേക്ക് പോകുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഹൊസൂരിലേക്ക് ഈ പോകുന്ന വഴിക്ക് ഇവർ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ എന്ത് ചെയ്യുന്നു, കുറച്ച് ഉറക്ക ഗുളിക 20 ഉറക്ക ഗുളിക എടുത്ത് ഇളനീരിൽ കലക്കി ഇവയും സമീറിന് കുടിക്കാൻ കൊടുക്കും. സമീർ ഈ 20 ഉറക്ക ഗുളികകളും കഴിച്ചുകൊണ്ട് ഒന്ന് മയങ്ങുന്നതല്ലാതെ മരണപ്പെട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് ഫിർദൗസ് പറയുന്നു. ഫിർദൗസ് ഒരു കത്തിയെടുത്ത് ആഴത്തിൽ കഴുത്തിലേക്ക് കുത്തിക്കയറ്റി വലിച്ചു വീഴുന്നു. ഇത് കണ്ട് ഈ യാസിഫ് ഒന്നും പേടിക്കുന്നുണ്ടെങ്കിലും ഈ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബോഡി ഇവിടെയൊന്നും ഇടാൻ കഴിയില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും ഇടാം, ഒന്ന് രാത്രിയാകട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ രാത്രിയാകാൻ കാത്തു നിന്ന അവർ പിന്നീട് അവിടെ എല്ലാ സ്ഥലങ്ങളിലും വാഹനങ്ങളുടെ തിരക്ക് കണ്ടതോടുകൂടി നേരെ കൊടൈക്കനാലിന്റെ റൂട്ടിലേക്ക് പോയി. കൊടൈക്കനാലിന്റെ റൂട്ടിൽ ആ വൈകുന്നേരങ്ങളിൽ കോടമഞ്ഞ് ഇറങ്ങുന്നത് കൊണ്ട് ആരും ഉണ്ടാകില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ നേരെ കൊടൈക്കനാലിന്റെ മുകളിൽ ഒരു ഭാഗത്തു നിന്നും ഈ ബോഡി താഴേക്ക് വലിച്ചെറിയും. ഈ താഴേക്ക് വലിച്ചെറിഞ്ഞ ബോഡി ഒരു മരച്ചില്ലയിൽ തട്ടി നേരെ വന്ന് വീഴുന്നത് താഴെ പോകുന്ന റോഡിന്റെ ചുരത്തിന്റെ ഭാഗത്ത് തന്നെയാണ്. എന്നാൽ അപ്പോഴേക്കും ഈ മുഖം മുഴുവൻ പല ഭാഗങ്ങളിൽ ഇടിച്ച് വികൃതമായിരുന്നു. അങ്ങനെ ഇവർ ഇവിടെ നിന്നും നേരെ ഈ ബോഡി വലിച്ചെറിഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും ഒഴിവായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആസിഫും ഈ ഫിർദൗസും നേരെ കൊടൈക്കനാലിൽ പോയി റൂം എടുത്ത് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിച്ച് 2 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരുന്നത് വളരെ ഡ്രാമാറ്റിക് ആയിട്ടാണ്. അതായത് കരഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി, അവരുടെ ചാറ്റുകൾ മുഴുവൻ ഇതാ എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് അവർ എന്നെ അടിച്ചിട്ട് വേറെ ഏതോ ഒരു സ്ത്രീയുടെ കൂടെ പോയി എന്നാണ് അവിടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. വീട്ടുകാരും ഇത് വിശ്വസിക്കും. കാരണം ഈ ചാറ്റുകളെല്ലാം തന്നെ നിർമ്മിച്ചത് ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണെന്ന് ബാക്കിയുള്ളവർ അറിയുന്നില്ല. എന്തായാലും ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് നിർമ്മിച്ച ഈ ചാറ്റുകൾ എല്ലാം കാണിച്ചുകൊണ്ട് ഇതാ വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെയെല്ലാം വിശ്വസിപ്പിക്കും. ഇനി കഥ പൊളിഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഓവർ ആക്ടിങ് നടത്തി എന്ന് ചിലപ്പോഴൊക്കെ ഇയാളുടെ സഹോദരന് ചില സംശയങ്ങൾ. ഓവർ ആക്ടിങ് ആണ് എന്ന് വളരെ സംശയകരമായ ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഉണ്ടായി. അങ്ങനെ ഇരിക്കെ 2 ദിവസത്തിന് ശേഷം ഒരു 20 പവൻ സ്വർണവും 5 ലക്ഷം രൂപയും എടുത്ത് ഈ സ്ത്രീ പെട്ടെന്ന് തന്നെ വേറൊരാളുടെ കൂടെ പോകുന്നു. അത് ആ ക്യാബ് ഡ്രൈവർ ആയിരുന്നു. ആ ക്യാബ് ഡ്രൈവറുടെ കൂടെ ഞാൻ ഇവിടുന്ന് പോകുന്നു, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പണവും സ്വർണവും എല്ലാം അടങ്ങിയ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു. നേരെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് പറഞ്ഞതെങ്കിലും ഇവർ വീട്ടിലേക്ക് ഈ സഹോദരൻ വിളിച്ചു വെച്ചപ്പോൾ വീട്ടിലെത്തിയിട്ടില്ല. എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് ചെയ്തു. അപ്പോഴാണ് ഈ തമിഴ്നാട് പോലീസ്, ഇനി ആദ്യ ഭാഗത്തിലേക്ക് തന്നെ വരാം, തമിഴ്നാട് പോലീസ് ഈ മൃതദേഹം തമിഴ്നാട് മുഴുവൻ അന്വേഷിച്ചെങ്കിലും ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസ് ഈ അളവുകളോടുകൂടി ആരുടെയും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ മൃതദേഹം, ഒരു കാര്യം മനസ്സിലാവുന്നു, ഈ മൃതദേഹം ഇവിടെയൊന്നും ഉള്ള ആളല്ല. അങ്ങനെ തമിഴ്നാട് കുഴങ്ങി നിൽക്കുന്ന സമയം കർണാടക പോലീസിൽ ഒരു മിസ്സിംഗ് കേസ് വരും. ഈ മിസ്സിംഗ് കേസ് വന്ന ഉടനെ തന്നെ ഈ കർണാടക പോലീസ് തമിഴ്നാട് പോലീസിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. കാരണം ഇവർ കൊടൈക്കനാലിൽ പോയതായി ഇവരുടെ മൊബൈൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ലഭിക്കുകയുണ്ടായി. എന്തായാലും ഈ കൊടൈക്കനാൽ ഭാഗത്ത് ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് പോലീസ് കർണാടക പോലീസിനും വിവരം നൽകും. എന്തായാലും ഈ സഹോദരനും ഇവരുടെ പിതാവും ചേർന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് കൊടൈക്കനാൽ പോലീസിന്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിൽ അല്ലെങ്കിൽ ആ മോർച്ചറിയിൽ കണ്ട മൃതദേഹം ഏകദേശം മുഖം വികൃതമായ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാതിരുന്നപ്പോൾ അവരുടെ വാച്ചും ഡ്രസ്സും എല്ലാം ഇവരെ ഇതാണ് ആളെന്ന് കാണിച്ചു കൊടുത്തു. പിന്നീട് അങ്ങോട്ട് കർണാടക പോലീസും തമിഴ്നാട് പോലീസും ചേർന്നാണ് അന്വേഷണം നടത്തിയത്. കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ ബാംഗ്ലൂരിൽ നിന്നും നേരെ ഹൊസൂർ എത്തിയിരിക്കുന്നു. അതായത് തമിഴ്നാട് കർണാടക ബോർഡറായ ഹൊസൂർ. ആ ഹൊസൂരിൽ വെച്ച് ഇവരെ പോലീസ് പിടികൂടും. ഇവരുടെ മൊബൈൽ ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് ആ മൊബൈൽ ലൊക്കേഷൻ അനുസരിച്ച് ഇവരുടെ സ്ഥലത്തെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കേസ് തെളിയുന്നത്. സത്യം തുറന്നു പറയുകയല്ലാതെ മറ്റൊരു അവസ്ഥയും ഇല്ലാതിരുന്ന ഇവർ ആദ്യമൊക്കെ യാസിക് ഇവരുടെ മാത്രം തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് ഇവർ 2 പേരും ചേർന്നുള്ള
ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ പ്ലാനായി. ആ ഒരു എത്ര കുറ്റകൃത്യം നമ്മൾ എത്രത്തോളം മറച്ചു വെച്ചാലും അതൊരിക്കൽ പുറത്തു വരുമെന്ന സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കും. മറ്റൊരു കഥയുമായി നമുക്ക് പിന്നീട് വീണ്ടും കാണാം.